ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കൊറിയൻ ഹെയർ സ്കാർഫ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തെടുക്കാം. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഹെയർ സ്കാർഫിൻ്റെ. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് നമുക്ക് എയർ ബാൻഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ബാക്കിൽ ടൈ ചെയ്യുന്ന രൂപത്തിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ലേസും എയർ ബാൻഡും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ത്രെഡ് വർക്കാണ് ഇതിൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ബീഡ്സും വരുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 16 ഇഞ്ചസും ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചസായിട്ട് എടുക്കുന്നത്. 7 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഇതെടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് 14 ഇഞ്ചസിൽ നിന്ന് നമുക്ക് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു 14 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്തായിട്ട് ഇവിടെ ഒരു 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എയർ ബാൻഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എയർ ബാൻഡിൻ്റെ ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ ലെങ്ത്തായിട്ട് 14 ഇഞ്ചസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയൊരു കർവിൽ അങ്ങൊന്നും വരച്ചെടുക്കാം കേട്ടോ. വളരെ നന്നായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിലല്ല ഞാൻ ചെയ്തെടുക്കുന്നത്. ചെറിയൊരു കർവായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ തയ്യൽ തുമ്പിനും മടക്കി തയ്ക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് അല്ല, നമ്മൾ എയർ ബാൻഡാണ് വെക്കുന്നത്. അപ്പോൾ എയർ ബാൻഡ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഭാഗം നമ്മൾ മടക്കി തയ്ക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് പോവും. ഇനി ഞാൻ ഇതിൻ്റെ എഡ്ജിലായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നൊരു ലേസും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് മടക്കി തയ്ച്ച് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എയർ ബാൻഡാണല്ലോ വെക്കുന്നത്. അപ്പോൾ എയർ ബാൻഡ് വെക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്കിതുപോലെ രണ്ട് സൈഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഭാഗം മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു എയർ ബാൻഡ് കടത്തിയെടുക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ എയർ ബാൻഡിൻ്റെ ആ ഒരു വിഡ്ത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലെങ്ത്തും വിഡ്ത്തും നോക്കിയിട്ട് ആ ഗ്യാപ്പിലൂടെ നമുക്കിതൊന്ന് കടത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് എയർ ബാൻഡിനെ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ഒരു സ്കാർഫിൻ്റെ ഫിനിഷിങ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് നമുക്ക് ആ ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് വരാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്കാർഫ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.